ഈ വീഡിയോയിൽ ഇന്നത്തെ ഫുൾ ആൻഡ് ഫുൾ ഗ്ലോബൽ ഡെവലപ്മെന്റ്സ് ജിയോ പൊളിറ്റിക്സ് കംപ്ലീറ്റ് നോക്കുകയാണ്. പൊതുവിലെ ഇറാൻ അമേരിക്ക ന്യൂക്ലിയർ ടോക്ക് ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇസ്രായേലിന്റെ ആഗ്രഹം ശരിക്കും ഇറാനെ അറ്റാക്ക് ചെയ്യണമെന്ന് തന്നെയാണ്. ആ രീതിയിലുള്ള ആഗ്രഹമാണ് ഇസ്രായേലിനുള്ളത്. അപ്പം ഇസ്രായേൽ ഇതിനുള്ള പ്ലാനൊക്കെ ചാർട്ട് ചെയ്ത് അമേരിക്കയ്ക്ക് അയച്ചു കൊടുത്തു. ഇത് ബൈഡൻ ഉള്ള സമയത്ത് തന്നെ അയച്ചു കൊടുത്തു. അപ്പം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അതിന് സമ്മതിച്ചില്ല. ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് ചിന്തിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ചിന്തിച്ചത് ഇപ്പം ഇറാന്റെ മേളിൽ ഒരു ആക്രമണം നടത്തേണ്ട സാഹചര്യമില്ല. കാരണം ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയെ അവർ പൂർണ്ണമായിട്ടും എല്ലാ സ്ഥലങ്ങളിലും അവർ പരിശോധിക്കാൻ വിടുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും അവർ പരിശോധിക്കാൻ പെർമിഷൻ തരാത്തത് കൊണ്ട് തന്നെ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ല. അപ്പൊ അതുകൊണ്ട് നേരെ പോയി അങ്ങ് അറ്റാക്ക് ചെയ്ത് ഒരു യുദ്ധത്തിലേക്ക് കോപ്പ് കൂട്ടണ്ട എന്നുള്ള നിലയിലാണ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇതിനെ നീക്കി വെച്ചുകൊണ്ട് പോയതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നത്. ഇതിലുപരിയായിട്ട് ഒബാമ ഡീപ് സ്റ്റേറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട താല്പര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള വാർത്തയും ഒരു സൈഡിലുണ്ട്. അതെല്ലാം ഇരിക്കെ തന്നെ ഇപ്പൊ ട്രംപ് അഡ്മിനിസ്ട്രേഷനും ഇതേ സെയിം പ്ലാൻ ഇസ്രായേൽ അയച്ചു കൊടുത്തു. അതായത് ഈ ഒരു ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അയച്ചു കൊടുത്തത്. ഫസ്റ്റ് ഫേസ് ചർച്ച ഒമാനിൽ നടക്കുന്നതിന്റെ 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നെതന്യാഹു വൈറ്റ് ഹൗസ് വിസിറ്റ് ചെയ്ത സമയത്ത് തന്നെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുപരിയായിട്ട് ഈ ഒരു പ്ലാനും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പ്ലാൻ വിലയിരുത്തിയിട്ട് അമേരിക്ക ഹോൾഡ് ചെയ്യാനാണ് പറഞ്ഞത്. പ്രത്യേകിച്ചും ഇസ്രായേൽ അയച്ചു കൊടുത്ത പ്ലാൻ ഈ നറ്റാൻസ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തുള്ള ന്യൂക്ലിയർ പ്ലാന്റ്, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഈ എൻറിച്ച്മെന്റും കാര്യങ്ങളൊക്കെ നടന്ന് അവിടെ ഒരു ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കാൻ ശേഷിയുള്ള സംഭവങ്ങളൊക്കെ അവിടെയാണുള്ളത്. അപ്പൊ ആ സ്ഥലം ആക്രമിക്കണം എന്നാണ് ഇസ്രായേലിന്റെ താല്പര്യം. അതാണ് അവിടെ മൊത്തത്തിൽ ഇസ്രായേലിന്റെ സൈഡിലുള്ള റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനകത്ത് ഇസ്രായേൽ വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് വളരെ ശ്രദ്ധിച്ച് നോക്കണം. ഇതിനകത്ത് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്, അതായത് ട്രംപ് ഡിനൈ ചെയ്താലും ഞങ്ങൾ ലിമിറ്റഡ് ആയിട്ടുള്ള അറ്റാക്ക് നടത്തിയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ സ്വന്തമായിട്ട് പറയുന്നതല്ല കേട്ടോ. ഇസ്രായേലിന്റെ ഉള്ളിലുള്ള പത്രം പ്രസിദ്ധീകരിക്കുന്ന വാർത്തയാണ് ഞാനിവിടെ പറയുന്നത്. അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ട്രംപ് അപ്രൂവൽ കിട്ടുന്നോ ഇല്ലയോ അതൊന്നും അവിടെ വിഷയമല്ല. ട്രംപിന്റെ അപ്രൂവൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇസ്രായേലിന്റെ ദൗത്യം പൂർത്തിയാക്കും എന്നാണ് പറയുന്നത്. മൊസാദിന്റെ ശൈലിയിലുള്ള ഒരു ഓപ്പറേഷൻ അവർ നടത്തും. അതിനവർ കേപ്പബിൾ ആണെന്നാണ് ഈ റിപ്പോർട്ട് ത്രൂ ഔട്ട് പറയുന്നത്. അതായത് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായി വരുന്നതിൽ ഇസ്രായേൽ ഡിസപ്പോയിന്റഡ് ആണ്. അതാണ് പൊതുവിൽ ഒറ്റ ലൈനിൽ നമുക്ക് പറയാൻ പറ്റും. ഇസ്രായേൽ പറയുന്നത്, നിങ്ങൾ നോക്കിക്കോ, ഇങ്ങനെ തന്നെ നിങ്ങൾ സ്ലോ ഡൗൺ ചെയ്തുകൊണ്ട് പോകൂ, ഒരു ദിവസം അവൻ ഒരു സുപ്രഭാതത്തിൽ ഒരു ന്യൂക്ലിയർ ബോംബും കൊണ്ടുവന്ന് നിൽക്കും എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പൊ ഇതിന് ഏറ്റവും കൂടുതൽ ഇസ്രായേൽ പ്ലാൻ ചെയ്യുന്നത് GBU 57 എന്ന് പറഞ്ഞ ആ ഒരു ബോംബിംഗ് ആണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ആവശ്യമുള്ളത്. ഇത് ഡ്രോപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ശരിക്കും B2 ബോംബറിനാണ് ഉള്ളത്. അപ്പൊ അതിലുപരിയായിട്ട് ഇവര് എർത്ത് പെനിട്രേറ്റിംഗ് ബോംബിംഗ് സിസ്റ്റം ഉപയോഗിക്കാനാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. കാരണം ഇസ്രായേലിന്റെ സൈഡിൽ അതാണ് ഏറ്റവും കൂടുതൽ അവർക്ക് അവരുടെ കയ്യിലുള്ള ഫൈറ്റർ ജെറ്റ് വെച്ചിട്ട് അതാണ് ഇപ്പൊ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുക. B2 ബോംബർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിക്കും അമേരിക്കയുടെ തന്നെ ഇൻഫ്ലുവൻസ് അവിടെ വന്നു എന്ന് കരുതപ്പെടും. അപ്പൊ അതുകൊണ്ടാണ് ഇസ്രായേൽ ഈ രീതിയിൽ എർത്ത് പെനിട്രേറ്റിംഗ് ബോംബിംഗ് സിസ്റ്റം ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുമായിട്ട് ചർച്ചകൾ നിരന്തരം നടക്കുകയാണ്. നറ്റാൻസിലുള്ള ഈ ഒരു ന്യൂക്ലിയർ റിസർച്ച് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ നിരന്തരം അമേരിക്കയെ എടുത്ത് പ്രഷർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രഷർ എന്താണെന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്ന് ആക്രമണം നടത്തണ്ട, നിങ്ങൾ B2 ബോംബർ തരണ്ട, നിങ്ങൾ GBU 57 കാറ്റഗറി ബോംബിംഗ് യൂസ് ചെയ്യണ്ട, ഞങ്ങള് എർത്ത് പെനിട്രേറ്റിംഗ് വെച്ച് തന്നെ അതിൽ തന്നെ ഹെവി ആയിട്ടുള്ള സാധനം വെച്ച് അടിച്ച് ഞങ്ങൾ തകർത്തോളാം. പക്ഷെ നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ടത് ഒരേ ഒരു ഡിഫൻസ് പ്രൊട്ടക്ഷൻ മാത്രമാണ്. അതായത് ഇസ്രായേലിന്റെ ആക്രമണം കഴിഞ്ഞാൽ അമേരിക്ക സപ്പോർട്ടീവായിട്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കണം. അങ്ങനെ പുറത്തിറക്കി കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അതിനെ കുറച്ച് സമാധാനപരമായ രീതിയിൽ അങ്ങ് ഒതുക്കി തീർക്കും. അതാണ് ഇസ്രായേലിന് വേണ്ടത്. ഈ ഒരു നെഗോസിയേഷനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ഇസ്രായേൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഡിഫൻസ് സപ്പോർട്ട്. ഡിഫൻസ് സപ്പോർട്ട് മാത്രം മതി, ബൈ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവായിട്ട് ഇസ്രായേലിന് സപ്പോർട്ടീവായിട്ട് വരണം. അതാണ് ഇസ്രായേൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇസ്രായേൽ കഴിഞ്ഞ ഒക്ടോബറിൽ ഇതേപോലെ തന്നെ ഇറാന്റെ ന്യൂക്ലിയർ സ്പോട്ടുകൾ തെരഞ്ഞുപിടിച്ച് അറ്റാക്ക് നടത്തിയിരുന്നു. അന്ന് തന്നെ വളരെ വലിയ രീതിയിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഇസ്രായേൽ അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റഷ്യയുടെ S-300 കാറ്റഗറിയിൽപ്പെട്ട 3 ഡിഫൻസ് സിസ്റ്റംസ് അടിച്ച് തകർത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള വാർത്ത അന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു S-300 ഇന്നത്തെ ഇറാന്റെ മിലിറ്ററി പരേഡിൽ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ഒരു S-300. അപ്പൊ ഇതിന്റെ അർത്ഥം മറ്റുള്ള 3 S-300ഉം ഡിസ്ട്രോയിഡ് ആണെന്നാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. പക്ഷേ ചില മാധ്യമങ്ങൾ, റോയിട്ടേഴ്സ് പോലത്തെ ചില മാധ്യമങ്ങൾ, അവരിപ്പോ ഇതൊരു കോൺസ്പിറസി ആയിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അന്ന് 4 എണ്ണം ഇസ്രായേൽ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞതാണ്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആ വാർത്ത ചെയ്തതാണ്. 3 S-300 അറ്റാക്ക് ചെയ്തതായിട്ടാണ് നമ്മൾ ഉടനീളം വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. 4 S-300 എവിടെയും അറ്റാക്ക് ചെയ്തതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒരു കോൺസ്പിറസി തിയറി ആയിട്ട് ഇപ്പൊ ഇത് വരുന്നുണ്ട്. അതായത് 4
S-300 നിങ്ങൾ അറ്റാക്ക് ചെയ്തെങ്കിൽ പിന്നെ ഇത് എങ്ങനെയാണ് ഇറാന്റെ പക്കൽ വന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കോൺസ്പിറസി തിയറിയൊക്കെ ഇപ്പം വലിയ തോതിൽ ചർച്ചയാവുന്നുണ്ട്. അപ്പൊ അതിനുള്ള മറുപടികൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. ഇറാന്റെ സൈഡിലും സൈലന്റ് ആണ്. ഇനിയിപ്പോ ഈ കൊണ്ടുവന്നത് തന്നെ ഡമ്മിയാണോ ഇല്ലെങ്കിൽ റിയൽ ആയിട്ട് തന്നെ ഇവർ ഈ ഒരു പരേഡിൽ പങ്കെടുക്കാൻ കൊണ്ടുവന്നതാണോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇറാന്റെ ഉള്ളിൽ ഒരു മിലിറ്ററി പരേഡ്, IRGCയുടെ ഒരു മിലിറ്ററി പരേഡിൽ ഈ S-300 എന്ന് പറഞ്ഞ ഈ ഒരു ഡിഫൻസ് യൂണിറ്റ് അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അമേരിക്കയുടെ ഉള്ളിൽ കനത്ത പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ട്രംപിനെതിരെ തന്നെയാണ്. ട്രംപ് പല നിയമങ്ങളും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പലതും നല്ലതിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണെന്ന് പലതവണ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ അമേരിക്കയിൽ ട്രംപിന്റെ തീരുമാനങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. ആ ജനങ്ങളാണ് ഇപ്പൊ ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ പുറകിൽ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ 6 ഒരു പ്രൊട്ടസ്റ്റ് നടന്നു. അതായത് ഹാൻഡ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പ്രൊട്ടസ്റ്റിന്റെ പേര്. അതും വൻ തോതിൽ തന്നെ നടന്നു. അത് ഈ താരിഫുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ താരിഫ് എന്ന് പറഞ്ഞ പേര് മാത്രമാണുള്ളത്. പക്ഷെ അതിനകത്തുള്ളതെല്ലാം ഈ ഒരു പാലസ്തീൻ അനുകൂലമായിട്ടുള്ള ആൾക്കാർ, അതേപോലെ തന്നെ മറ്റുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിനെ ഈ പൊസിഷനിൽ വരുന്നതിന് മുമ്പ് തന്നെ ക്രിട്ടിസൈസ് ചെയ്തിരുന്ന കുറെ ആൾക്കാർ, അതേപോലെ തന്നെ ഇലോൺ മസ്കിനെതിരെ പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാർ, അതുപോലെ തന്നെ ഈ ഡോജ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി നഷ്ടപ്പെട്ട ആ രീതിയിൽ കുറച്ച് ആൾക്കാർ, പിന്നെ ട്രംപിന്റെ ഡീപ്പോർട്ടേഷൻ നിയമത്തിൽ ബാധിക്കപ്പെട്ട കുറെ ആൾക്കാർ. അപ്പൊ അങ്ങനെ കുറെ സംഘടനകൾ ഉണ്ട് ഇപ്പോൾ. ഇവരെല്ലാമാണ് ഈ ഹാൻഡ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഏപ്രിൽ 6 50 സ്റ്റേറ്റുകളിൽ പ്രതിഷേധം നടപ്പിലാക്കിയത്. അതൊരു സൈഡിൽ നിൽക്കട്ടെ. അപ്പൊ ഇപ്പം ഇന്ന് 20 ഈസ്റ്ററിന്റെ അന്ന് ഇന്നും 50-51, അതായത് 50-501 എന്നാണ് ഇതിന്റെ ഒരു പേര് വിചിത്രമായിട്ട് തോന്നും. പക്ഷെ 50 എന്ന് പറയുന്നത് 50 സ്റ്റേറ്റുകളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തൊരു 50 എന്ന് പറയുന്നത് 50 പ്രതിഷേധ സംഘടനകളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ 1 എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റ്. ഇതെല്ലാം കൂടെ ചേർന്ന് ഒറ്റ മൂവ്മെന്റ് ആണ്. ഞങ്ങൾക്കെല്ലാം ഉള്ളത് ഒരേ ആശയമാണെന്നുള്ള നിലയിലാണ് ഈ ഒരു പ്രൊട്ടസ്റ്റിന് 50-51 എന്നുള്ളൊരു പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 50-51 അതാണ് ഈ ഒരു പ്രതിഷേധത്തിന്റെ പേര്. ഇന്നത്തെ ഏപ്രിൽ 20 അമേരിക്കയിൽ നടക്കുന്ന മാസ് പ്രൊട്ടസ്റ്റിന്റെ പേരാണ് 50-51. ഇതിനകത്ത് എല്ലാവരും കൂടെ മിക്സ്ഡ് ആണ്. ഇതിനകത്ത് LGBTQ ഉണ്ട്, ഡെമോക്രാറ്റുകളുണ്ട്, ഈ ഡോഡ്ജുമായിട്ട് ബന്ധപ്പെട്ട് ജോലി നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ US എയ്ഡ് കട്ട് ചെയ്തതിൽ ജോലി പോയ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന സ്റ്റുഡന്റുകൾ അങ്ങനെയുണ്ട്. പിന്നെ ഈ മുഹമ്മദ് ഖാലി എന്ന് പറഞ്ഞ ആ ഒരു പാലസ്തീനെ അനുകൂലിച്ച ഹമാസ് സപ്പോർട്ടർ ആയിട്ടുള്ള ആളിനെ ഡീപ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് മാസമായിട്ടുള്ള ഡീപ്പോർട്ടേഷൻ പ്രഖ്യാപിച്ചതിൽ അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള ആൾക്കാർ, അവരുടെ ഒരു സൈഡിലുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് തിങ്ങി നിറഞ്ഞ് പല രീതിയിലുള്ള ആൾക്കാരും കൂടിച്ചേർന്ന ഒരു പ്രൊട്ടസ്റ്റ്. അതാണ് ഇപ്പം ട്രംപിനെതിരെ നടക്കുന്നത്. കഴിഞ്ഞ ജനുവരി 20 ഈ വൈറ്റ് ഹൗസിൽ എത്തിയിട്ട് ഇതുനാൾ വരെ നടപ്പിലാക്കിയ ആ ഒരു നിയമങ്ങളുടെ ആ എക്സിക്യൂട്ടീവ് ഓർഡറിന്റെ ഫലമായിട്ട് ചില ആൾക്കാർക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുണ്ടായ ആൾക്കാരും ഇതിനകത്തുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതിലുപരിയായിട്ട് ട്രംപിനെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രംപിനെതിരെ പ്രവർത്തിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിനെതിരെ ശക്തമായി ആഞ്ഞടിക്കാനുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇൻഫ്ലുവൻസും വളരെ കൂടുതലാണ്. അതും കൂടെ നമുക്ക് ഇതിനകത്ത് പറയാതെ പോകാൻ വയ്യ. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളത് ട്രംപിന്റെ അഡ്വൈസറി കമ്മിറ്റിയാണ്. ട്രംപിന്റെ അഡ്വൈസറി കമ്മിറ്റി ഒട്ടും ശരിയല്ല. ട്രംപിന്റെ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പണ്ട് നിക്സൺ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇത്രമാത്രം അഡ്വൈസറി കമ്മിറ്റിയിൽ ഈ ഇൻഫ്ലുവൻസ് ഇല്ലായിരുന്നു എന്നുള്ള നിലയിലൊക്കെ ചില വാദങ്ങളൊക്കെ ചിലർ ഉയർത്തുന്നുണ്ട്. ചില എക്സ്പേർട്ടുകൾ, പൊളിറ്റിക്കൽ എക്സ്പേർട്ടുകൾ ഇതൊക്കെ പറയുന്നുണ്ട് അമേരിക്കയുടെ ഉള്ളിൽ. അതിലുപരിയായിട്ട് ട്രംപ് ചിലപ്പോൾ വാച്ച്മാന്റെ അടുത്തും ഡോർമാന്റെ അടുത്ത് വരെ സംസാരിച്ചിട്ട് അവരുടെ അഡ്വൈസ് വരെ ചിലപ്പം എടുത്ത് പുറത്ത് പറയുന്നു എന്നുള്ള ഒരു മോക്കിംഗ് വരെ ആൾക്കാർ ട്രംപിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ആ രീതിയിലുള്ള അഡ്വൈസറി കമ്മിറ്റിയാണ്. അതായത് അഡ്വൈസറി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ട്രഷറിയുടെ ഭാഗത്ത് നിന്ന് സ്കോട്ട് ബെസന്റ് ആയിക്കോട്ടെ, കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ലുറ്റ്നിക് ആയിക്കോട്ടെ, അതേപോലെ വൈറ്റ് ഹൗസിന്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാർ ട്രംപിനെ ഉപദേശിക്കാൻ എത്തുന്നു. അതിലുപരിയായിട്ട് ട്രംപ് ആരടുത്താണോ ലാസ്റ്റ് കോൺവെർസേഷൻ ചെയ്യുന്നത് അവരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്ത് പുറത്ത് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരെ പുറത്തു വരുന്നുണ്ട്. എനിവേ, ഇതൊക്കെ ഏത് രീതിയിലായാലും വൈറ്റ് ഹൗസിൽ നിന്ന് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്സായി കഴിഞ്ഞാൽ അമേരിക്കൻ ജനങ്ങളിലും ആഗോള തരത്തിലും ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇത്ര വിശദമായിട്ട് നോക്കി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. കാരണം അമേരിക്കയിൽ ഉണ്ടാകുന്ന വിഷയം എങ്ങനെയാണ് ചൈന, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അഫക്റ്റ് ചെയ്തതെന്നും അതിലൂടെ എങ്ങനെയാണ് നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ കൂപ്പ് കുത്തി വീണതെന്നും സ്വർണത്തിന്റെ വില എങ്ങനെ കയറുന്നു എന്നുള്ളതും ഓയിൽ പ്രൈസിന്റെ വ്യത്യാസങ്ങളും ഇതെല്ലാം വരുന്നുണ്ട്. പലരും വിചാരിക്കും അമേരിക്കയുടെ കാര്യം എന്തിനാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. കാരണം ഇത്, അതായത് നിങ്ങളുടെയും എന്റെയും വീട്ടില് മേടിക്കുന്ന സാധനങ്ങളുടെ പൈസയുടെ അളവും വിലയും എല്ലാം കൂട്ടാൻ പ്രാപ്തിയുണ്ട് ഈ അമേരിക്കയിൽ നിന്ന് ഉണ്ടാകുന്ന എക്സിക്യൂട്ടീവ് ഓർഡറിന്. അതുകൊണ്ടാണ് നമ്മൾ അമേരിക്കയെ കുറിച്ച് ഇത്രമാത്രം നമ്മൾ വിശദമായിട്ട് നോക്കുന്നത്. അമേരിക്കയെ നമ്മൾ മുൻകൂട്ടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുറ്റത്ത് വരാൻ പോകുന്ന ഇമ്പാക്ട് എന്താണെന്നുള്ളത് ഒന്ന്
ഒരു 4, 5 അല്ലെങ്കിൽ ഒരു 10 ദിവസങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ അമേരിക്കയെ സ്റ്റഡി ചെയ്ത് വിലയിരുത്തുന്നത്. ഇനി പെന്റഗൺ, ഈ പെന്റഗന്റെ ഉള്ളില് ഒരു 3 എംപ്ലോയീസിനെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പീറ്റർ ഹെക്സത്ത് ആണ് പെന്റഗൺ നിയന്ത്രിക്കുന്ന ആള്, അറിയാമല്ലോ, ഡിഫൻസ് സെക്രട്ടറി പീറ്റർ ഹെക്സത്ത്. പീറ്റർ ഹെക്സത്തുമായിട്ട് വളരെ ക്ലോസിലുള്ള ഒരു എംപ്ലോയി ആണ്. അതായത് പീറ്റർ ഹെക്സത്ത് വന്നതിന് ശേഷം ഹയർ ചെയ്ത ആളല്ല, അവർ ഓൾറെഡി തന്നെ ഡെമോക്രറ്റുകൾ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അവിടെ പൊസിഷനിൽ ഉണ്ടായിരുന്നതാണ്. 3 പെന്റഗൺ ഉദ്യോഗസ്ഥരെയാണ് പണി നീക്കം ചെയ്തത്. അതിൽ 2 സീനിയർ അഡ്വൈസർ. ഒരാളുടെ പേര് ഡാൻ കാൾഡ്വെൽ, അടുത്തയാള് ഡാരിൻ സെൽനിക്. ഈ ഡോൺ കാൾഡ്വെല്ലും ഡാരിൻ സെൽനിക്കും ഈ 2 പേരെയാണ് സീനിയർ അഡ്വൈസർ കാറ്റഗറിയിലുള്ള ഉദ്യോഗസ്ഥരായിട്ട് ഇരുന്ന ആൾക്കാരെ പണി നീക്കം ചെയ്തത്. അതിന് കാരണങ്ങളുണ്ട്. അതിലുപരിയായിട്ട് ഡെപ്യൂട്ടി ചീഫ് ഓഫ് ദ സ്റ്റാഫ്, പീറ്റർ ഹെക്സത്ത് കഴിഞ്ഞാൽ വരുന്ന റാങ്കിങ്ങിലുള്ള ആൾക്കാരാണ് ഈ ഞാൻ പറഞ്ഞ ഈ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന് പറയുന്നത്. കോളിൻ കറോൾ എന്നാണ് ഇയാളുടെ പേര്. കോളിൻ കറോൾ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് ആണ്. വളരെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളുടെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇയാൾ പല രഹസ്യങ്ങളും കാത്തു സൂക്ഷിക്കേണ്ട ചുമതലയുള്ള വ്യക്തിയാണ് ഈ കോളിൻ കറോൾ എന്ന് പറഞ്ഞ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഇവരൊക്കെ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇന്നയാൾ ചെയ്തത് ഇന്നതാണ്, ഇന്നയാൾ ചെയ്തത് ഇന്നതാണെന്നൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ സ്റ്റേറ്റ്മെന്റിൽ ഇന്ന വിഷയങ്ങൾ ലീക്കായി പോയതിന് ഈ 3 ആൾക്കാരുമാണ് ഉത്തരവാദികൾ എന്നാണ് കണ്ടെത്തൽ. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ, അമേരിക്കയിൽ വൈറ്റ് ഹൗസിനുള്ളിൽ സംസാരിക്കുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും അത് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ആവുന്നതിന് മുമ്പേ പത്രമാധ്യമങ്ങൾ അറിയുന്നു. അപ്പൊ അതിന് കുറെ ആൾക്കാർ അവിടെ നിന്ന് ചോർത്തി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇതിനകത്ത് ആൾക്കാരുണ്ട്. അതിലൊക്കെ ഒരു ഡീപ്പായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടാണ് ഈ 3 പേരെയും പുറത്താക്കിയിരിക്കുന്നത്. ഇനിയും കുറെ പേരെ കൂടെ പുറത്താക്കും എന്നാണ് പറയുന്നത്. ഇനിയും കുറെ കൂടെ പെന്റഗന്റെ കെയോസ് ക്ലിയറൻസ് ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് മീൻസ് ഇനിയും ആൾക്കാരെ പുറത്താക്കാനുണ്ട്. ഇതിൽ പറയുന്ന വിഷയങ്ങൾ, സിഗ്നൽ ആപ്പിന്റെ ഗ്രൂപ്പ് ചാറ്റിൽ വിഷയങ്ങൾ ഷെയർ ചെയ്തത്, അത് ഒരു കേസ് നമ്പർ 1. 2, ന്യൂയോർക്ക് ടൈംസിന് 2 വിഷയങ്ങൾ ചോർത്തി കൊടുത്തത്. ന്യൂയോർക്ക് ടൈംസിന് മസ്കിന്റെ പെന്റഗൺ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത ചോർത്തി കൊടുത്തത്. 2ാമത് ചൈനയുമായിട്ട് യുദ്ധം ചെയ്യുന്നത്, അതായത് ഫിസിക്കൽ വാർ എന്നുള്ള രീതിയിലല്ല, ട്രേഡ് വാർ ആയിക്കോട്ടെ, പല രീതിയിലും ചൈനയുമായിട്ട് ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചൈനയുമായിട്ട് ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ മാത്രം, ഫുൾ ആൻഡ് ഫുൾ അല്ല, ചില പ്രാഥമിക വിവരങ്ങൾ ന്യൂയോർക്ക് ടൈംസിന് ചോർത്തി കൊടുത്ത കേസ് ഇതിനകത്ത്. മിലിറ്ററി ഓപ്പറേഷൻ പ്ലാൻ ഇൻ പാനമ കനാൽ. പാനമ കനാലിനെ ചൊല്ലി ഒരു മിലിറ്ററി ഓപ്പറേഷൻ പ്ലാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അമേരിക്ക എന്ത് പറഞ്ഞാലും, വൈറ്റ് ഹൗസിൽ നിന്ന് എന്ത് പറഞ്ഞാലും, അതിന്റെ മിലിറ്ററി ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട, ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ, ഹോം വർക്കുകൾ, ബ്ലൂ പ്രിന്റ് എല്ലാം തന്നെ റെഡിയാക്കി വെക്കും പെന്റഗൺ. അതിന്റെ അർത്ഥം അവർ ഉടനെ അത് നടപ്പാക്കുമെന്നല്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇമീഡിയറ്റ് ആയിട്ട് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ഓർഡർ വരുന്നു, ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ പദ്ധതി വേണമല്ലോ, നടപ്പിലാക്കാൻ ഒരു പ്ലാൻ വേണം, ആക്ഷൻ പ്ലാൻ. അപ്പൊ അങ്ങനെ അവർ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി വെക്കുന്നതാണ്. അങ്ങനത്തെ ആക്ഷൻ പ്ലാൻ പാനമ കനാലിൽ മിലിറ്ററി ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട ഒരു ബ്ലൂ പ്രിന്റ് ആണ്. ആ ബ്ലൂ പ്രിന്റ് ലീക്കാക്കി കൊടുത്തത്. റെഡ് സീയിലോട്ട് അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയറുകൾ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർ അമേരിക്കയിൽ നിന്നും പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ വാർത്ത പബ്ലിഷ് ചെയ്ത് കൊടുത്തത്, ഇതും ലീക്ക് ചെയ്തതാണെന്ന് പറയുന്നത്. ഉക്രൈന് അമേരിക്ക ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽസും ഒരു രേഖകളും ഇനി ഷെയർ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് ഒഫീഷ്യലി വൈറ്റ് ഹൗസിൽ നിന്നും അനൗൺസ്മെന്റ് വരുന്നതിന് മുമ്പ് തന്നെ ഈ വ്യക്തികൾ ചോർത്തി കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇവർ ചെയ്തു എന്ന് പറയപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ. ഇവർ 3 പേര് മാത്രമല്ല, ഇതിന്റെ പുറകിൽ ഇനിയും ആൾക്കാരുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇനിയും കുറെ ആൾക്കാർ ഫയർ ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഇതിൽ നിന്ന് നമ്മൾ കൂടുതൽ പോയി കഴിഞ്ഞാൽ, പൊളിറ്റിക്കോ എന്ന് പറഞ്ഞൊരു പത്രം, ഈ പൊളിറ്റിക്കോ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പത്രമാണ്. ഈ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് കെറോലിനെയും സീനിയർ അഡ്വൈസർ ആയിട്ടുള്ള സെൽനിക്കിനെയും, ഈ 2 പേരെയും റോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തുകൊണ്ടാണ് പുറത്താക്കിയിരിക്കുന്നത് എന്നാണ് പൊളിറ്റിക്കോ രേഖപ്പെടുന്നത്. പൊളിറ്റിക്കോക്ക് എങ്ങനെ അറിയാം? ഈ പൊളിറ്റിക്കോ യൂറോപ്യൻ യൂണിയനെ സപ്പോർട്ട് ചെയ്യുന്ന പത്രമാണ്. അതായത് യൂറോപ്യൻ യൂണിയന്റെ താല്പര്യം, യൂറോപ്യൻ യൂണിയന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച 2 ആൾക്കാരായിട്ടാണ് ഇപ്പൊ അമേരിക്ക ഇവരെ നോക്കിക്കാണുന്നത്. അതായത് ഈ സെൽനിക്കിനെയും ഈ കാരോലിനെയും. ഈ 2 പേരും യൂറോപ്യൻ യൂണിയന് വേണ്ടിയിട്ട് ചുക്കാൻ പിടിച്ച ആൾക്കാരായിട്ടാണ് ഇപ്പൊ കരുതപ്പെടുന്നത്. ഇനിയും യൂറോപ്യൻ യൂണിയന് വേണ്ടിയിട്ട് സ്പൈ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പെന്റഗന്റെ ഉള്ളിൽ ഉണ്ടോ എന്നുള്ള അന്വേഷണം ഇപ്പൊ തുടരുകയാണ്. കാരണം അനാവശ്യമായിട്ടുള്ള അമേരിക്കയുടെ ഉള്ളിൽ പെന്റഗനിൽ ഈ രീതിയിൽ വാർത്തകൾ ലീക്ക് ചെയ്ത് കൊടുത്തതിന്റെ പേരിൽ, അഡ്വാൻസ്ഡ് ആയിട്ട് വാർത്തകൾ ലീക്ക് ചെയ്ത് കൊടുത്തതിന്റെ പേരിൽ ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നു. അതിനിപ്പോ പൊളിറ്റിക്കോയ്ക്ക് എന്താണ് കുഴപ്പം? പൊളിറ്റിക്കോ യൂറോപ്യൻ യൂണിയനിൽ പ്രവർത്തിക്കുന്ന പത്രമല്ലേ? എന്നാ പിന്നെ അവർ യൂറോപ്പിന്റെ കാര്യം നോക്കിയാൽ പോരെ. അതായത് ഇനി യൂറോപ്യൻസിന് ഒരു ഇൻഫ്ലുവൻസ് പെന്റഗണിനുള്ളിൽ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള നിലയിലുള്ള ഒരു ആശങ്ക, ഒരു വേവലാതി, അത് ഈ പത്രം പങ്കുവച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചില സമയത്ത് ചൈനയുടെ ഗ്ലോബൽ ടൈംസ് ഇങ്ങനെയൊക്കെ വേവലാതികളും വെപ്രാളങ്ങളൊക്കെ പുറപ്പെടുവിക്കാറുണ്ട്. അതേപോലത്തെ ഒരു വെപ്രാളം ഇപ്പൊ പൊളിറ്റിക്കോ എന്ന് പറഞ്ഞ ഒരു പത്രം കാണിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ഗ്ലോബൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്.
നിലവിലെ US സുപ്രീം കോടതി ഒരു ഡീപ്പോർട്ടേഷൻ ഓർഡർ ഒക്കെ കുറച്ച് നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ട്രംപിന് ഒരു തലവേദനയാവുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ട്രംപിന് ഒരിക്കലും ഒരു ഡിക്റ്റേറ്റർ ആവാൻ കഴിയില്ല. കാരണം എപ്പോഴും ഡെമോക്രാറ്റിക് നേഷൻ ആയതുകൊണ്ട് തന്നെ ട്രംപിന്റെ മേളിൽ എപ്പോഴും ഒരു കോടതി ഉണ്ടാവും. അവർ ഈ വക കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കും. അതുകൊണ്ട് ട്രംപിന് ഒരു ചൈനയിലെ ഷീ ജിൻപിങ്ങിനെ പോലെയോ അല്ലെങ്കിൽ റഷ്യയിലെ പുട്ടിനെ പോലെയോ അങ്ങനെയൊന്നും ആവാൻ കഴിയില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അമേരിക്കയിലെ പ്രസിഡന്റ് എത്രമാത്രം ഞാൻ ഡിക്റ്റേറ്റർ ആണെന്ന് വേണമെങ്കിൽ അഭിനയിക്കാം, പക്ഷെ അയാൾക്കൊരു ഡിക്റ്റേറ്റർ ആവാൻ കഴിയില്ല. അയാൾ സ്വയമേ ചിലപ്പോൾ ഡിക്റ്റേറ്റർ ആണെന്ന് ധരിച്ചാലും അയാളെ ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് പോകാൻ ആ രാജ്യം അനുവദിക്കില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. പിന്നെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നല്ല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ അതേപോലെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഫണ്ടൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റുഡന്റുകളുടെ ഗ്രീൻ കാർഡ് റിവോക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ നല്ല രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ട്രംപിനെതിരെ വരുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പൊ അമേരിക്കയിൽ ഇന്നത്തെ പ്രൊട്ടസ്റ്റ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പോ നമ്മൾ നേരെ റഷ്യ ഉക്രൈനിലേക്ക് പോയി കഴിഞ്ഞാൽ സെലൻസ്കി ഭയങ്കര ദേഷ്യത്തിലാണ്. സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്, അതായത് നിങ്ങൾ പറഞ്ഞ പിന്നെ ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട സീസ് ഫയർ ഒക്കെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അത് ഓൾറെഡി തന്നെ വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾക്ക് ദേഷ്യമുണ്ട്, എന്തായാലും ഞങ്ങൾ ഇത് ഫോളോ ചെയ്യാം എന്നാണ് സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സന്തോഷം, നിങ്ങൾ ഫോളോ ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും ഈ ഭരണകൂടത്തിൽ തന്നെയുള്ള മറ്റുള്ള ആൾക്കാരൊക്കെ സെലൻസ്കിക്ക് ഒരു അഡ്വൈസ് കൊടുത്തിരിക്കുകയാണ്. ആ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ വളരെ വൈസ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് ആണ്. അതായത് പുടിൻ ഇപ്പൊ ഒരു 3 ദിവസത്തേക്ക് ഇപ്പൊ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ച് പൂർണ്ണമായിട്ട് സൈലന്റ് ആണ്. ഇപ്പൊ ഒരു രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അറ്റാക്കും ഇല്ല. വളരെ വർഷം 3.5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ദിവസം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അവസരം മുതലാക്കി പുടിനുമായിട്ട് ഇടപെട്ട് നമുക്ക് ഈ ഒരു സീസ് ഫയർ ഇതേപോലെ ഒരു മാസത്തേക്ക് നീട്ടി വെക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചൂടെ എന്നുള്ള നല്ലൊരു അഡ്വൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ സെലൻസ്കി ഇത് കേൾക്കുമോ എന്നുള്ളതാണ് നമുക്കറിയാത്തത്. കാരണം സെലൻസ്കി സീസ് ഫയർ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അതിനെ നല്ല രീതിയിൽ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ട് സീസ് ഫയർ ആണ്, എന്ത് സീസ് ഫയർ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ടുന്ന ആളാണ്. അപ്പൊ സെലൻസ്കിക്ക് നല്ല ബുദ്ധി തോന്നുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണാം. അതാണ് നമ്മൾ ഇനി വെയിറ്റ് ചെയ്ത് നോക്കേണ്ടത്. കാരണം 21-ാം തീയതി വരെ പുടിൻ ഇതേപോലെ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കും. 21-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ അറ്റാക്ക് തുടങ്ങും. അപ്പൊ അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ ഇത് നീട്ടി വെക്കാനുള്ള സാധ്യത, അതായത് ഈ ഒരു 3 ദിവസത്തെ സീസ് ഫയർ ഒരു 30 ദിവസം ആക്കാൻ പറ്റുമോ എന്ന് ഉക്രൈന്റെ സൈഡിൽ നിന്ന് ആൾക്കാർ പുഷ് ചെയ്യുന്നുണ്ട്. ഒന്ന് ചോദിക്കൂ പ്ലീസ് എന്ന്. പക്ഷേ സെലൻസ്കി അങ്ങനെ ചോദിക്കത്തില്ലല്ലോ. സെലൻസ്കി പറയുന്നത് തീവ്രവാദിയുടെ അടുത്ത് നമ്മൾ പോയി എങ്ങനെ സംസാരിക്കുന്നത് എന്നാണ് സെലൻസ്കി പറയുന്നത്. ട്രംപിന്റെ അടുത്ത് നിന്ന് ഇതേ ഡയലോഗാണ് പറഞ്ഞത്. തീവ്രവാദികളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ട്രംപ് തിരിച്ചു പറഞ്ഞത്, റഷ്യ ഹേറ്റഡ്, ഇങ്ങനെ ഇത്രയും ഹേറ്റഡ് വെച്ച ആളിനെ കൊണ്ട് ഞാൻ എങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ട്രംപ് ചോദിച്ചത്. അത് വീഡിയോ കണ്ട എല്ലാവർക്കും അത് ഓർമ്മയുണ്ടാവും തോന്നുന്നു. അതായത് ലാക്ക് ഓഫ് മെച്യൂരിറ്റി അത് ഭയങ്കരമായിട്ട് ലാക്ക് ചെയ്യുന്നുണ്ട് ഉക്രൈന്റെ ഭാഗത്ത്. അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം. ചിലർ വിചാരിക്കും ഞാൻ എന്തുകൊണ്ടാണ് ഉക്രൈനെ ഇങ്ങനെ സംസാരിക്കുന്നത്. ഉക്രൈനെ ഇങ്ങനെ സംസാരിക്കാനുള്ള കാരണം സെലൻസ്കിയാണ്. സെലൻസ്കി അതെ ഒരു കാര്യം മനസ്സിലാക്കണം. സെലൻസ്കി ചെയ്യേണ്ടിരുന്നത് എന്താണ്? അമേരിക്കയിലെ ഭരണകൂടം മാറി. പിന്നെ സെലൻസ്കിയുടെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള ജോ ബൈഡൻ പോകുമ്പോഴൊക്കെ പോക്കറ്റ് മണിയായിട്ട് കുറച്ച് മില്യൻസ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നു. അതെല്ലാം തന്നെയും മേടിച്ചുകൊണ്ട് വളരെ സന്തോഷമായിട്ട് ഇവർ രണ്ടുപേരും ഒരു യുദ്ധം നടത്തി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഇടുത്തി പോലെ ട്രംപ് അങ്ങ് വിജയിക്കുന്നത്. ട്രംപ് വിജയിച്ച സമയത്ത് തന്നെ പറയാണ് ഈ ഉക്രൈൻ കാണിക്കുന്നത് ശരിയല്ല എന്ന് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ട്രംപ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതിന്റെ സ്ഥിതിഗതികൾ മാറും എന്നുള്ളത് സെലൻസ്കിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ പിന്നെ ഫസ്റ്റ് ഫേസിൽ തന്നെ ഈ യുദ്ധം നിർത്താനുള്ള മാർഗം ഉണ്ടാക്കുക, എന്നിട്ട് ഈ സ്ഥലങ്ങളെക്കുറിച്ച് നെഗോഷിയേറ്റ് ചെയ്യുക. എനിക്ക് സ്ഥലങ്ങളെക്കുറിച്ച് തർക്കമുണ്ട്, എന്തായാലും യുദ്ധം നിർത്താൻ ഞാൻ തയ്യാറാണ് എന്നുള്ള നിലയിൽ പോയി കഴിഞ്ഞാൽ യുദ്ധം നിർത്തിയിട്ട് വേണമെങ്കിലും ഈ ഒരു സ്ഥലങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് സംസാരിച്ച് പല രീതിയിലും തീരുമാനം ഉണ്ടാക്കാം. പക്ഷെ അതിന് പകരം യുദ്ധം നിർത്താനേ പറ്റത്തില്ല എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. രണ്ടാമത്തെ കാര്യം, അമേരിക്ക നിനക്ക് ആരാണോ ഫണ്ട് തന്ന്, നിനക്ക് മോട്ടിവേഷൻ തന്ന് റഷ്യയെ ആക്രമിക്കൂ എന്നുള്ള നിലയിൽ കൂടെ നിന്നത്, അതിൽ മെയിൻ ആയിട്ടുള്ള ആള് പിൻവലിഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് നീ എന്ത് ചെയ്യണമായിരുന്നു? ഈ ഒരു മെയിൻ ആയിട്ട് നിന്റെ പുറകിൽ നിന്ന് അമേരിക്ക പിന്മാറിയ സ്ഥിതിക്ക് നീ നേരിട്ട് റഷ്യയുമായിട്ട് ചർച്ച നടത്തി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണമായിരുന്നു. കാരണം നിന്റെ രാജ്യമല്ലേ, നിന്റെ ജനങ്ങളല്ലേ. ആ ജനങ്ങളെ ഇങ്ങനെ മറ്റുള്ള രാജ്യങ്ങളുടെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ട് നീ വഞ്ചിക്കാൻ പാടുണ്ടോ? അപ്പൊ സെലൻസ്കി എന്ന് പറഞ്ഞൊരു നേതാവ് ആ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ആഫ്രിക്കയിൽ $50 ബില്യൺ ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു കമ്പനിയിൽ. അത് ഉക്രൈന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അയാളുടെ പേഴ്സണൽ പ്രോഫിറ്റ് ആണത്, അയാളുടെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് ആണത്. സെലൻസ്കി സൗത്ത് ആഫ്രിക്കയിൽ ഒരു കമ്പനിയിൽ $50 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേക്ക് മേടിച്ചിട്ടുണ്ട്. ഷെയർ ഉക്രൈന്റെ പേരിലല്ല, ഷെയർ സെലൻസ്കിയുടെ പേരിലാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സെലൻസ്കിയെ നമ്മൾ ഗണ്ണിക്കുന്നത്. സെലൻസ്കിയെ നമ്മൾ ഒരിക്കലും, എന്നെ സംബന്ധിച്ചിടത്തോളം റഷ്യയിലെ ജനങ്ങളും ഉക്രൈനിലെ ജനങ്ങളും ഒരേ ജനങ്ങളാണ്. അവർ പണ്ട് സോവിയറ്റ് റഷ്യയിൽ ഇതേ ജനങ്ങളാണ്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇവർ ഉക്രൈനിയൻസ്, അവർ റഷ്യൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാതെ ഇതിലുപരിയായിട്ട് വേറെ വലിയ മാറ്റങ്ങളൊന്നുമില്ല.
അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് റഷ്യ സപ്പോർട്ട്, ഉക്രൈൻ സപ്പോർട്ട് എന്നുള്ളതില്ല. ഉക്രൈനിലെ സെലൻസ്കി കാണിക്കുന്നത് മണ്ടത്തരമാണ്. അതാണ് നമ്മൾ ഇവിടെ തുറന്നു കാട്ടാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട് ഗാസയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാസയിൽ പട്ടിണി തുടരുകയാണ്. ഹമാസ് ഞങ്ങൾ എല്ലാ ബന്ദികളെയും ഒറ്റയടിക്ക് വിടാൻ തയ്യാറാണെന്നുള്ള നിലയിൽ 4 ദിവസം കൊണ്ടേ കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് ഒരു പോസിറ്റീവ് നോട്ട് വന്നില്ല. അതിന്റെ കാരണം എയ്ഡൻ അലക്സാണ്ടർ എന്ന് പറഞ്ഞ ആ ഒരു ബന്ദിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പൊ ഹൈലൈറ്റിൽ നിൽക്കുന്നത്. നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് തലങ്ങും മലങ്ങും ആക്രമിക്കും, നീ ഇറങ്ങി പോകുന്നതിന് ഇറങ്ങിപ്പൊക്കോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ ഗാസയിൽ തൽക്കാലം നടന്നുകൊണ്ടിരിക്കുന്നത്. വാർത്തകൾ ഒരുപാടുണ്ട്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.